അങ്ങനെ മാസങ്ങളോളമായുള്ള പ്രവാസികളുടെ കാത്തിരിപ്പ് അവസാനിക്കുന്നു. പ്രതിഷേധങ്ങൾക്കും പ്രതിരോധങ്ങൾക്കും ഒടുവിൽ അവസാനം അധികൃതർ അതിന് സമ്മതം നൽകി. ആയിരക്കണക്കിന് പ്രവാസി മലയാളികൾക്കാണ് ഇത് ആശ്വാസമായി തീരുന്നത്. എന്നാൽ ചെയ്യേണ്ടത് ഇതൊക്കെയാണ്. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. യാത്രാനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ട് കൊറോണ എമർജൻസി കമ്മിറ്റി സമർപ്പിച്ച ശുപാർശ അംഗീകരിച്ചുകൊണ്ട് പ്രവാസികൾക്ക് ഓഗസ്റ്റ് 1 മുതൽ കുവൈറ്റിലേക്ക് പ്രവേശനം അനുവദിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരിക്കുകയാണ്. പ്രവേശന വിലക്ക് മൂലം ആശങ്കയിൽ കഴിയുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് വലിയ ആശ്വാസമേകുന്ന തീരുമാനം കൂടിയാകുന്നു ഇത്. കഴിഞ്ഞ ഫെബ്രുവരിയിലായിരുന്നു വിദേശികൾക്ക് യാത്രാവിലക്ക് ഏർപ്പെടുത്താൻ കുവൈറ്റ് തീരുമാനിച്ചത്. ഓക്സ്ഫോർഡ്, ആസ്ട്രസെനക്ക, ഫൈസർ ബയോടെക്, മൊഡേണ, ജോൺസൺ ആൻഡ് ജോൺസൺ എന്നീ 4 വാക്സിനുകളിൽ ഏതെങ്കിലും ഒന്ന് സ്വീകരിച്ചവർക്കായിരിക്കും പ്രവേശനമെന്നാണ് ലഭ്യമാകുന്ന വിവരം. പൂർണ്ണമായി വാക്സിനേഷൻ ലഭിക്കുകയും 72 മണിക്കൂറിനകം എടുത്ത PCR പരിശോധനയിൽ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കുമായിരിക്കും യാത്രാനുമതി നൽകുന്നത്. അതോടൊപ്പം തന്നെ അധികൃതർ നൽകുന്ന നിബന്ധനകൾ കൃത്യമായി പാലിക്കേണ്ടതാണ്. 7 ദിവസത്തെ ക്വാറന്റൈൻ ഉൾപ്പെടെയുള്ള ശക്തമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനും അധികൃതർ തീരുമാനിക്കുകയുണ്ടായി. ഇന്ത്യയിൽ കണ്ടെത്തിയ ഡെൽറ്റ വകഭേദം കുവൈറ്റിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ പ്രത്യേകിച്ചും നിബന്ധനകൾ കടുക്കാനാണ് സാധ്യത. 7 ദിവസത്തെ ക്വാറന്റൈന് ശേഷം ഒരു PCR പരിശോധന കൂടി നടത്തി കോവിഡ് നെഗറ്റീവ് ആണെന്ന് ഉറപ്പുവരുത്തുകയും വേണമെന്ന് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സർക്കാർ വക്താവ് താരിഖ് അൽ മസ്രം അറിയിച്ചു. അതേസമയം കുവൈറ്റിൽ നിന്ന് പുറത്തേക്ക് യാത്ര ചെയ്യാനുള്ള അനുമതിക്കായി പ്രവാസികൾ ഇനിയും കാത്തിരിക്കേണ്ടി വരുമെന്നാണ് സൂചന. ഓഗസ്റ്റ് 1 മുതൽ 2 ഡോസ് വാക്സിനും എടുത്ത സ്വദേശികൾക്ക് മാത്രമേ കുവൈറ്റിൽ നിന്ന് പുറത്തേക്ക് യാത്ര ചെയ്യാൻ അനുവാദം നൽകുകയുള്ളൂ എന്നും സർക്കാർ വക്താവ് വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിൽ 1 ഡോസ് സ്വീകരിച്ച സ്വദേശികൾക്കും വിദേശയാത്ര ചെയ്യാൻ അനുമതി നൽകിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അത് കൂടുതൽ കർശനമാക്കുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2 ഡോസ് വാക്സിൻ സ്വീകരിച്ച പ്രവാസികൾക്കും നാട്ടിലേക്ക് യാത്ര ചെയ്യാനുള്ള അനുമതി ഇനിയും വൈകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പ്രവാസികളെ കുവൈറ്റിലേക്കും പുറത്തേക്കും യാത്ര ചെയ്യാൻ അനുവദിക്കാത്ത സർക്കാർ നിലപാടിനെതിരെ കുവൈറ്റ് സ്വദേശികൾ ഉൾപ്പെടെയുള്ളവർ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. വാക്സിൻ എടുത്ത സ്വദേശികൾക്ക് കുവൈറ്റിൽ നിന്ന് പുറത്തേക്ക് യാത്ര ചെയ്യാൻ അനുമതി നൽകുകയും എന്നാൽ പ്രവാസികൾക്ക് അത് നിഷേധിക്കുകയും ചെയ്യുന്നത് മനുഷ്യത്വരഹിതവും വിവേചനപരവുമാണെന്ന് ആക്ഷേപം ഉയർന്നിരുന്നു. യാത്രാവിലക്ക് കാരണം പ്രവാസികളുടെ കുടുംബാംഗങ്ങൾ തമ്മിൽ അകന്നു കഴിയേണ്ട സ്ഥിതിയാണെന്നും പലർക്കും ജോലി നഷ്ടമായതായും ചൂണ്ടിക്കാണിക്കപ്പെടുകയുണ്ടായി. സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഈ വിവേചനം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കുവൈറ്റ് ക്രൈസ് എന്ന പേരിൽ ഒരു ക്യാമ്പയിനും മനുഷ്യാവകാശ പ്രവർത്തകരും ആക്ടിവിസ്റ്റുകളും നിയമജ്ഞരും ചേർന്ന് ആരംഭിച്ചിരുന്നു. അതിനിടയിലാണ് പ്രവാസികളുടെ ആശങ്കകൾക്ക് ഭാഗികമായി പരിഹരിച്ചുകൊണ്ട് മന്ത്രിസഭയുടെ പുതിയ തീരുമാനം പുറത്തു വന്നിരിക്കുന്നത്. അതിനിടെ കുവൈറ്റിലെ റെസ്റ്റോറന്റുകൾ, ഹെൽത്ത് ക്ലബ്ബുകൾ, സലൂണുകൾ, മോളുകൾ തുടങ്ങിയ കേന്ദ്രങ്ങളിൽ സമ്പൂർണ്ണ വാക്സിൻ സ്വീകരിച്ചവർക്ക് മാത്രം പ്രവേശനം നൽകാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ജൂൺ 27 മുതലാണ് ഇത് പ്രാബല്യത്തിൽ വരിക. 2 ഡോസ് വാക്സിൻ എടുത്തുവെന്ന് വ്യക്തമാക്കുന്ന സർട്ടിഫിക്കറ്റ് കുവൈറ്റിന്റെ ഇമ്മ്യൂൺ ആപ്പിൽ പ്രദർശിക്കുന്നവർക്ക് മാത്രമാണ് ഇവിടങ്ങളിൽ പ്രവേശനം അനുവദിക്കുകയെന്ന് അധികൃതർ അറിയിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ നിർദ്ദേശങ്ങൾ ഉടൻ പുറത്തിറങ്ങുന്നതായിരിക്കും. സ്വകാര്യ മേഖലയിലെ ആരോഗ്യ സ്ഥാപനങ്ങളിലേക്ക് ആവശ്യമായ ഡോക്ടർമാർ, നഴ്സുമാർ, സാങ്കേതിക വിദഗ്ധർ തുടങ്ങിയവർക്ക് പുതിയ വിസകൾ അനുവദിക്കാൻ കൊറോണ എമർജൻസിയുമായി ബന്ധപ്പെട്ട മന്ത്രിതല കമ്മിറ്റി അനുവാദം നൽകി. സ്വകാര്യ ആശുപത്രികളുടെ ഫെഡറേഷൻ നൽകിയ അപേക്ഷ പരിഗണിച്ചാണ് തീരുമാനം. ഇതുപ്രകാരം സ്വകാര്യ ആശുപത്രികളിലേക്കും ക്ലിനിക്കുകളിലേക്കും ആവശ്യമായ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ജീവനക്കാരെ പുതുതായി റിക്രൂട്ട് ചെയ്യാം. കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഫെഡറേഷനും പുതിയ റിക്രൂട്ട്മെന്റ് അനുമതിക്കായി അപേക്ഷ നൽകിയിരുന്നുവെങ്കിലും തീരുമാനമായിട്ടില്ല. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.